ഈ കോൺവെന്റ് ഇയാളുടെയാണ്, ഈ താമസിക്കുന്ന സ്ഥലം ഇയാളുടെയാണ്, ഇയാളുടെ ഭരണാധികാരത്തിലുള്ളതാണ്, അവർ താമസിക്കുന്ന മണ്ണ്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഇയാളോടാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് തിരിഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. എല്ലാ വിത്ത് പെർമിഷൻ ചെയ്യുന്ന അങ്ങനെ ഒരു ഇതിനകത്തുനിന്ന് പെട്ട് കിടക്കുവാണ്. 4 വശവും ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗ്ഗമില്ല. അവസാനമാണ് ഒരു ട്രാൻസ്ഫർ ചോദിക്കുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അയാളെ കൊടുക്കണ്ടേ ട്രാൻസ്ഫർ? അയാൾ കൊടുക്കുവോ? അപ്പൊ ഇനി ഏതായാലും അത് പുറത്തു വരുമെന്ന് തോന്നിയ സമയത്താണ് ഇവരെ വീണ്ടും മറ്റു പല പ്രതിസന്ധികളിലാക്കി. കാരണം ഒരു സിസ്റ്റർ ഒരിക്കലും, സാധാരണ പുറത്തുള്ള ഒരു സ്ത്രീക്ക് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് തുറന്ന ഒരു സമൂഹത്തുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ അടഞ്ഞു കിടക്കുവാണ്. സ്വന്തം മാതാപിതാക്കന്മാരോട് പോലും ദുരിതങ്ങൾ പറയുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം അവർ വിഷമിക്കും, അതുകൊണ്ട് പറയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരിതത്തിനകത്തുനിന്ന് ഇത് പറയാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ അത് പറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാ തീർന്ന് അവരില്ലാതായിട്ടാണ് അവർ പറയുന്നത്. അവരുടെ അസ്തിത്വമേ ഇല്ലാതാക്കിയിട്ടാണ് അവരത് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം ഉണ്ടായി ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് വരെ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവരോടൊന്ന് നേരിട്ട് പോയി ഒരു മാസങ്ങൾ സംസാരിച്ച് അവരുടെ ആ ഷെയറിങ് കഴിയത്തില്ല. അത്രമാത്രം വേദനയാണ്. അങ്ങനെ നിസ്സഹായരായിട്ടാണ് 2-3 മക്കളെ പേരൻസ് കൊണ്ടുപോയത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന 6 പേരില്. അതെ, സിസ്റ്റർ പറഞ്ഞല്ലോ. മറ്റവര് കൊണ്ടുപോകാത്തതല്ല, അവര് പോകുന്നില്ല എന്ന് ദൃഢമായി നിശ്ചയിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞാലത്തെ ബുദ്ധിമുട്ട്. ഈസിയാണ് പറഞ്ഞുകൂടെ എന്ന്. എങ്ങോട്ട് ഓടും അവരെങ്ങോട്ട് ഓടും. ഏത് പീഡന കേസ് വരുമ്പോഴും സമൂഹത്തിന്റെ ഒരു ചോദ്യമാണ് അത്. നേരെ തിരിച്ചിട്ട് അയാളെ വിളിച്ചിട്ട് 13 പ്രാവശ്യം ചെയ്തതിന് അയാളെ പിടിച്ചിട്ട് പൊരിക്കണം സമൂഹം. അല്ലാണ്ട് ഇവിടത്തെ എണ്ണ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യണ്ട, അവിടത്തെ എണ്ണ എണ്ണണം. അന്നേരം മര്യാദ പഠിക്കുള്ളൂ. അതിന് പകരം അയാളുടെ പേരിൽ ഒരു കമന്റും കാണാറില്ല. 13 പ്രാവശ്യം താൻ ചെയ്തോടോ, കോടതി പറഞ്ഞു ഞങ്ങൾ ഉഭയസമ്മതമാണ്. ഉഭയസമ്മതം ആകിയല്ലെന്ന് കണ്ടാ അറിയാം, അയാളുടെ മുഖം കണ്ടാ അറിയാം. തുണി തേക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് തുണി എടുത്തോണ്ട് വരാൻ പറയും. ഇതൊക്കെ മഠങ്ങളിലും ഒക്കെ ഉള്ളൊരു പതിവാ. എന്നിട്ടാണ് പുള്ളിക്കാരൻ റൂമിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഒരു പ്രാവശ്യം കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ബന്ധം പേടിയാണ് ഇവർക്ക്.